ഹായ് കൂട്ടുകാരെ, കിട്ടീസ് മലയാളം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭക്ഷണമൊക്കെ കഴിച്ചോ മക്കള്? എന്താ കഴിച്ചത് എല്ലാരും? അപ്പം കഴിച്ചോ? ആഹാ, അപ്പൊക്കെ കഴിച്ചു. നമുക്ക് പഠിക്കാം എന്നാ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? വ്യഞ്ജനാക്ഷരങ്ങൾ കൊണ്ടുള്ള വാക്കുകളും അതിന്റെ ഓരോരോ വാക്കുകൾ വെച്ചിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നല്ലേ? എഴുതാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, വായിക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. കൂട്ടുകാരെ 2 ലൈൻ ബുക്കിലേക്ക് എഴുതിക്കൊണ്ട് കൊണ്ടുവന്നോ? ഒന്ന് കാണിച്ചേ. ആദ്യം എഴുതിയതൊന്ന് കാണട്ടെ. തിരിച്ചു പിടിക്കേ. നന്നായിട്ട് എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും. അപ്പൊ നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാം. നമ്മൾ ഏതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു? കായിക്ക, ഗായിക്ക, ങ, ചായിച്ച, ജായിച്ച, ഞ. അത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ബാക്കി നോക്കിയാലോ. അടുത്ത അക്ഷരങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചതല്ലേ? കൂട്ടുകാർ മറന്നുപോയോ? ടായിട്ട, അതാണല്ലേ. നമുക്ക് എഴുതാട്ടോ, നോക്കിയിരിക്കണേ. ടാ, എന്തക്ഷരാണിത്? ടാ. ഇട്ട, ഡാ, ഇട്ട, ന. ഇത്രയും അക്ഷരങ്ങള് വെച്ചിട്ടുള്ള വാക്കുകളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. റെഡി അല്ലേ? നമുക്ക് എഴുതിയാലോ? നോക്കിയിരിക്കാമോ എല്ലാവരും? ഇങ്ങോട്ട് എഴുതാം നമുക്ക്. ഡാ വെച്ചിട്ടുള്ള വാക്കുകളൊന്ന് കൂട്ടുകാർ തന്നെ ഒന്ന് പറഞ്ഞേ. ഏതൊക്കെ വാക്കുകൾ അറിയാം ഡാ വെച്ചിട്ടുള്ളത്? കുട. ശരിയാണ് കേട്ടോ. കുടാന്ന് എഴുതാം നമുക്ക്. കുടാന്ന് എങ്ങനെയാടാ എഴുതുന്നേ? ആദ്യം നമ്മള് കാ എഴുതി പൂവിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കുന്നുണ്ടല്ലേ. ഇപ്പൊ എങ്ങനെ വായിക്കും? കു. അടുത്ത എന്താണ്? ഈ അക്ഷരം നമുക്ക് ഇങ്ങോട്ട് എടുത്തെഴുതാം. ഡാ. എങ്ങനെ വായിക്കുന്നേ? കുട. ശ്രദ്ധിച്ചിരിക്കെ. എങ്ങനെ വായിക്കുന്നേ? കുട. അടുത്തൊരു വാക്ക് പറയാവോ? വട. വട ഇഷ്ടാണല്ലേ. വാ. വാ എഴുതിയിട്ട് എന്താ ചെയ്യാ? ഈ ഡാ എടുത്ത് ഇങ്ങോട്ട് എഴുതി വെക്കുന്നുണ്ടല്ലേ. എന്താണ്? വട. എന്തൊക്കെ വാക്കുകൾ നമ്മൾ ഡാ വെച്ച് എഴുതി? കുട, വട. ഇനി ഒരു വാക്ക് പറയാവോ? അറിയോ കൂട്ടുകാർക്ക്? അടുത്ത വാക്ക് എന്താണ്? അട. ആഹാ, കഴിക്കുന്ന സാധനങ്ങളാണല്ലോ എല്ലാം. ഡാ. എന്താണ്? അട. പറഞ്ഞേടാ. നമ്മൾ എത്ര വാക്കുകൾ എഴുതി? കുട, വട, അട. ഇനി എന്താണ്? കഴിക്കുന്ന സാധനം തന്നെ പറഞ്ഞോ. കടല. കാ, ഡാ, ല. എന്താണ്? കടല. ഇനി ഒരു വാക്കുകൂടി കിട്ടണോ അല്ലേ? നമ്മളെല്ലാം 5 എണ്ണം വെച്ചാണല്ലേ പഠിക്കുന്ന കൂട്ടുകാര്. അപ്പൊ ഒന്ന് പറഞ്ഞേ, അടുത്ത വാക്ക് എന്താണ്? കടല്. കടലില് വരുന്നുണ്ടല്ലേ. കാ, ഡാ, ഇൽ. എങ്ങനെ വായിക്കും? കടൽ. നോക്കിക്കേ, എത്ര വാക്കുകൾ പഠിച്ചു ഡാ വെച്ചിട്ടുള്ളത്? കുട. കാ എഴുതി ഊടെ ചിഹ്നം ഇട്ടിട്ട് ഡാ എഴുതുന്നുണ്ടല്ലേ നമ്മള്. അപ്പൊ എങ്ങനെ വായിക്കുന്നേ? കുട. എന്താണ്? കുട. അടുത്ത എന്താടാ? ഇതില് ഡാ എവിടെ വരുന്നത്? ദാ ഇവിടെ ആണല്ലേ. രണ്ടാമത്തെ അക്ഷരാണ് ഡാ വെച്ചിട്ടല്ലേ. അപ്പൊ അടുത്ത എന്താണ്? വട. നോക്കിയിരിക്കണേ. വട. എന്താണ്? വട. അടുത്ത നോക്കാം നമുക്ക്. അടുത്ത എന്താണ്? അട. അടുത്ത എന്താണ്? കടല. ഇവിടെ ആണല്ലേ, നടുക്ക് വരുന്നുണ്ടല്ലേ ഇതാ. കടല. അടുത്ത വാക്ക് എന്താണ്? കടൽ. കടൽ. നോക്കിക്കേ കൂട്ടുകാര്, വായിക്കാൻ പറ്റുന്നുണ്ടോന്ന് നോക്കിയടാ. കുട, വട, അട, കടല, കടൽ. ഇതിലെല്ലാത്തിലും ഡാ വരുന്നുണ്ടല്ലേ.
ഇതില് രണ്ടാമത് വരുന്നുണ്ട്, ഇതില് രണ്ടാമത് വരുന്നുണ്ട്, ഇതില് രണ്ടാമത് വരുന്നുണ്ട്, ഇതിലും രണ്ടാമതാണ്, ഇതിലും രണ്ടാമതാണ് അല്ലേ? ഇതെല്ലാം രണ്ടാമത് വരുന്നതാണ് അല്ലേട്ടാ? ശ്രദ്ധിച്ചിരിക്കോ? ഒന്നുകൂടെ പറയട്ടെ, നോക്കിക്കോ. ഇത് എന്തക്ഷരാണ്? കുട, വട, അട, കടല, കടൽ. ഓക്കെ ആണോ? കൂട്ടുകാർക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ? ചെക്ക് ചെയ്തേ, ഒന്ന് വായിക്കാൻ പറ്റുന്നുണ്ടോന്ന് നോക്ക് കേട്ടാ. വായിക്കാൻ പറ്റാത്ത പറയുന്നിട്ടേ. ഓക്കെ അല്ലേ? വായിക്കാൻ പറ്റുന്നില്ലേ കൂട്ടുകാർക്ക്? അപ്പോ ഡാ വെച്ചിട്ടുള്ള 5 വാക്കുകൾ നമ്മൾ പഠിച്ചല്ലേ? എഴുതിയെടുക്കാൻ പറ്റുമോ 2 ലൈൻ ബുക്കിലേക്ക്? അതിൽ നിന്ന് എല്ലാരും ഒന്ന് വേഗം എഴുതിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് അടുത്ത അക്ഷരത്തിലേക്ക് പോവാം. എഴുതിയെടുത്തോ? എഴുതാൻ പറ്റുന്നില്ലേ കൂട്ടുകാർക്ക്? അപ്പൊ നമുക്ക് അടുത്ത അക്ഷരം വെച്ചിട്ടുള്ള വാക്കുകൾ എഴുതിയാലോ? റെഡിയാണോ? അടുത്ത എന്താണ്? ഡാ, ഇട്ട. ഇട്ട വെച്ചിട്ട് കുറച്ച് വാക്കുകൾ അറിയോ കൂട്ടുകാർക്ക്? അത് റെയർ ആയിട്ടുള്ളതാണല്ലേ? ഒന്ന് പറഞ്ഞു നോക്കിക്കേ എന്നാലും. പീഠം. ശരിയാണ് കേട്ടോ. എഴുതാം നമുക്ക്. നോക്കിയിരിക്കണേ. പീ എങ്ങനെ വായിക്കുന്നേ? പീഠം. നോക്ക്, പീഠം. ഓക്കെ അല്ലേ? അടുത്തൊരു വാക്ക് പറയാവോ? ശാഠ്യം. എങ്ങനെയാ ശാഠ്യം എന്ന് എഴുതുന്നേ? ഷാ എഴുതി, ഷാ, ഠ എഴുതി, ട്യ, എഴുതാൻ പറ്റുമോ? ഇത് വെച്ചിട്ട് വാക്കുകൾ കുറവാണ് കേട്ടോ. നോക്കിക്കോ. പീഠം, ശാഠ്യം. എത്ര വാക്കുകൾ നമ്മൾ പഠിച്ചു? 2 വാക്കുകൾ പഠിച്ചല്ലേ? ഇനി 3 വാക്കുകളും കൂടെ വേണം. കൂട്ടുകാർക്ക് അറിയാവോ ഏതൊക്കെ വാക്കുകളാണെന്ന്? ഒന്ന് ഓർത്ത് നോക്കിക്കേ. അറിയോ? അറിയില്ല? പറയട്ടെ ഞാൻ എന്നാല്. ഗുണപാഠം. നോക്കിയിരിക്കണേ. ഗു, ന, പാ, ഠം. എങ്ങനെയാടാ വായിക്കുന്നേ? ഗുണപാഠം അല്ലേ? അടുത്ത എന്താണ്? ഒരെണ്ണം കൂടി ഞാൻ പറയാം. മനപ്പാഠം. മനപ്പാഠം. എന്തൊക്കെ വാക്കുകളാണ് നമ്മൾ എഴുതിയത്? പീ, ഠ, എങ്ങനെ കൂട്ടി വായിക്കും? പീഠം. അടുത്ത എന്താണ്? ശാ, ഠ്യ, ശാഠ്യം. അടുത്ത വാക്ക് എന്താണ്? ഗു, ന, പാ, ഠം. ഗുണപാഠം. വായിക്കാൻ പറ്റുന്നുണ്ടോ കൂട്ടുകാർക്ക്? ശ്രദ്ധിച്ചിരിക്കണേ. മാ, ന, പാ, ഠം. എങ്ങനെ വായിക്കുന്നേ? മനപ്പാഠം. ഓക്കെ അല്ലേ? ഇനി ഒരു വാക്ക് കൂടെ കണ്ടുപിടിക്ക്. കൂട്ടുകാർക്ക് അറിയോ? ഒന്ന് ഓർത്ത് നോക്കിക്കേ. അറിയില്ലല്ലേ? ഞാൻ പറഞ്ഞു തരാം. ഉത്കണ്ഠ. എഴുതി കാണിച്ചു തരാം കേട്ടോ. ഊ എഴുതി, താ എഴുതി, എന്താടാ ഇതെങ്ങനെ വായിക്കുന്നേ? ഉത്കണ്ഠ. നോക്കിക്കേ. ഊ എഴുതി, താ എഴുതി, തായുടെ മേളില് ഒരു ചന്ദ്രക്കല ഇട്ട് കൊടുക്കുന്നുണ്ടല്ലേ? അത് കഴിഞ്ഞ് കാ എഴുതി, നാ എഴുതി, മേളില് വീണ്ടും ഒരു ചന്ദ്രക്കല ഇട്ട് കൊടുത്തിട്ട് ഈ ഠ ഇങ്ങോട്ട് എടുത്ത് എഴുതുന്നുണ്ട്. അപ്പൊ എങ്ങനെയാവും? ഉത്കണ്ഠ. അപ്പൊ എത്ര വാക്കുകൾ നമ്മൾ എഴുതി? 5 വാക്കുകൾ എഴുതിയല്ലേ? കൂട്ടുകാരൊന്ന് ബുക്കിലേക്ക് ഒന്ന് എഴുതിയെടുത്തേ. ശരിയാണോ എന്ന് നോക്കട്ടെ. കറക്റ്റ് ആണ് കേട്ടോ. എല്ലാരും എഴുതിയിരിക്കുന്ന ശരിയാണ്. അപ്പൊ നമുക്ക് അടുത്ത വാക്ക് നോക്കിയാലോ? ഡാ, ഇട്ട, ഡ. ഡാ വെച്ചിട്ട് കുറച്ച് വാക്കുകൾ പറയോ കൂട്ടുകാര്? ഡാലിയ. ശരിയാണേ. എഴുതട്ടെ ഞാൻ ഇങ്ങോട്ട്. നോക്കിയിരിക്കണേ. ഡാ,
ലീ യാ. എന്താണ്? ഡാലിയ. എങ്ങനെ? അതൊരു പൂവാണല്ലേ? കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ? നല്ല ഭംഗിയുള്ള ഒരു പൂവാണ്. അതിന്റെ പേരാണല്ലേ ഡാലിയ. അടുത്തൊരു വാക്ക് പറയാവോ? അറിയാവോ കൂട്ടുകാർക്ക്? ഡാ വെച്ചിട്ട് ഡപ്പി. നോക്കിക്കോ, ശ്രദ്ധിച്ചിരിക്കണേ. ഡാ ഇപ്പ ഈ. എങ്ങനെ വായിക്കുന്നേ? ഡപ്പി. ഓക്കെ അല്ലേ? സിമ്പിളായിട്ട് എഴുതാൻ പറ്റുമല്ലേ? അടുത്ത ഇനി 3 വാക്കുകളിലൂടെ കണ്ടുപിടിക്കണം. കൂട്ടുകാരൊന്ന് ഓർത്ത് നോക്കിക്കേ, എഴുതാൻ പറ്റുമോന്ന്. അറിയാമെങ്കിലൊന്ന് പറയേ. ഓർത്ത് നോക്ക്. കിട്ടിയോ? റോഡ്. റോഡെന്ന് എഴുതുമ്പോഴത്തേക്കും ഈ ഡായാണല്ലേ എഴുതുന്നത്. അത് ശരിയാണല്ലോ. റോ ഡ്. ഡാ എഴുതി നെല്ല് ചന്ദ്രക്കല ഇട്ട് കൊടുക്കുന്നുണ്ടല്ലേ. അപ്പൊ എങ്ങനെയാ വായിക്കുന്നേ? റോഡ്. ഇത് എത്ര വാക്കുകൾ എഴുതി? ഡാ ലീ യ. എങ്ങനെ വായിക്കുന്നേ? ഡാലിയ. ഡാ ഇപ്പ ഈ. ഡപ്പി. എങ്ങനെ വായിക്കും? ഡപ്പി. അടുത്ത എന്താണ്? റോഡ്. റോഡ്. അടുത്ത എന്താണ്? അറിയോ കൂട്ടുകാർക്ക്? ഗരുഡൻ. ശരിയാ കേട്ടോ. ഗ രു ഡ ഇൻ. എങ്ങനെ വായിക്കുന്നേ? ഗരുഡൻ. ഇത് ഇത്രയും വേറെ ആണേ, അങ്ങോട്ട് നോക്കണ്ട കേട്ടോ. ഗരുഡൻ. എന്താ ഒരു വാക്ക് കൂടെ പറയാവോ കൂട്ടുകാർക്ക്? അറിയാവോ? ഡാലിയ, ഡപ്പി, റോഡ്, ഗരുഡൻ, പിന്നെന്താ? ഡയറി. ഡാ യാ റി. എങ്ങനെ വായിക്കുന്നേ? ഡയറി. അപ്പോ എത്ര വാക്കുകൾ പഠിച്ചു നമ്മള്? ഡാലിയ, ഡാ, ഡപ്പി, ഡപ്പി, റോഡ്, ഗരുഡൻ, ഡയറി. ഇതിന്റെ നമ്മൾ അണ്ടർലൈൻ ചെയ്തില്ലായിരുന്നല്ലേ? ഇതിന്റെ കൂടെ ചെയ്യാന്നാ. കൂട്ടുകാരൻ നോക്കിയിരുന്നേ. പീഠം, ശാഠ്യം, ഗുണപാഠം, മനപ്പാഠം, ഉത്കണ്ഠ. കണ്ടോ? എല്ലാത്തിനും നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടല്ലേ? കൂട്ടുകാർക്ക് പെട്ടെന്ന് മനസ്സിലാവൂലേ? മനസ്സിലാവോ? ഒന്നുകൂടെ വായിക്കണോ ആദ്യം തൊട്ട്? നോക്കാം. ശ്രദ്ധിച്ചിരിക്കണേ. എന്താണിത്? കുട. കാ എഴുതി ഊടെ ചിഹ്നിട്ടിട്ട് ഡാ എഴുതുമ്പോ എങ്ങനെ വായിക്കും? കുട. അടുത്ത എന്താണ്? വട. വട. അടുത്ത എന്താടാ? അട. അട. താഴത്തേക്ക് നോക്കി. ക ഡ ല. മനസ്സിലാവുന്നുണ്ടോ? നോക്കിയിരിക്കണേ. കടല. ക ഡ ഇല്ല, കടൽ. അടുത്ത എന്തക്ഷരാണ്? ഠ. പീഠം, ശാഠ്യം, ഗുണപാഠം, ഗുണപാഠം. അടുത്ത എന്താണ്? മനപ്പാഠം, ഉത്കണ്ഠ. എഴുതാൻ പറ്റുമോ? ഇതൊക്കെ ഇത്തിരി പാടാണല്ലേ? കുഴപ്പമില്ല കേട്ടോ, എഴുതിയൊക്കെ വരുമ്പോ ശരിയാവും. ഓക്കെ അല്ലേ? അടുത്ത എന്താണ്? ഠ. ഠാലിയ, ഠപ്പി, റോഡ്, ഗരുഡൻ, ഡയറി. ഇതാണല്ലേ നമ്മളിപ്പോൾ പഠിച്ചത്. ഒന്നും കൂടെ നോക്കാം നമുക്ക്. ഡാ ലീ യ. എങ്ങനെ വായിക്കും? ഡാലിയ. അടുത്ത എന്താണ്? ഡാ പി. ഠപ്പി. താഴത്തേക്ക് നോക്കി. റോഡ്. റോഡ്. അടുത്ത എന്താടാ? ഗരുഡൻ. ഗരുഡൻ. താഴെ എന്താണ്? ഡയറി. ഡയറി. അപ്പോ ഇത്രയും 3 വാക്കുകളും അതിൻ്റെ 5 അല്ലല്ല സോറി,
ഇത്രയും 3 അക്ഷരങ്ങളും അതുകൊണ്ടുള്ള 5 വാക്കുകളുമാണ് നമ്മൾ പഠിച്ചത് അല്ലേ? കൂട്ടുകാർക്ക് മനസ്സിലായോ ഇത്രയും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്നുമില്ല, എല്ലാം ക്ലിയർ ആണ്. അത് ശരി. അപ്പോ നമുക്ക് അടുത്ത വാക്കിലോട്ട് പോയാലോ? ഇട്ട. ഇട്ട വെച്ചിട്ടുള്ള 5 വാക്കുകൾ കൂട്ടുകാർക്ക് അറിയാവുന്നതൊക്കെ ഒന്ന് പറഞ്ഞേ നോക്കട്ടെ. ഇട്ട. ഡക്ക. ആ ശരിയാണല്ലേ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് കൂട്ടുകാർ ഓർക്കുന്നുണ്ടോ? ഡക്ക. ഈ നാ ഇവിടെ എഴുതിയിരിക്കുന്ന അവിടെ കിടന്നോട്ടെ, അവിടെ നമുക്ക് സ്പേസ് ഇല്ല, നമുക്ക് താഴെ എഴുതാം കേട്ടോ. കൂട്ടുകാർ അത് നോക്കണ്ട. ഠ ഠക്ക. അത് കഴിഞ്ഞിട്ട് ഒരു വാക്ക് പറയാവോ? ആലോചിച്ച് നോക്ക്. മൂഢൻ. ആ മൂഢൻ എന്ന് എഴുതുമ്പോഴത്തേക്കും ഈ ഠായാണല്ലേ വരുന്നത്. മൂ ഠ ഇൻ. മൂഢൻ. എങ്ങനെ വായിക്കുന്നേ? മൂഢൻ. പിന്നെന്താണ്? വിഡ്ഢി. വിഡ്ഢി എന്നൊക്കെ എഴുതുമ്പോ ശ്രദ്ധിച്ചിരിക്കണേ. ഠ എഴുതിയിട്ട് അതിൻ്റെ താഴെ ഈ ഠ എഴുതിയിട്ടാണ് പള്ളിയിടുന്നത്. ഇതെങ്ങനെ വായിക്കുന്നേ? വിഡ്ഢി. വിഡ്ഢി. അതായത് എന്താണ്? മണ്ടനായ ആളല്ലേ? വിഡ്ഢി. അടുത്ത വാക്ക് എന്താണ്? ഇനി 2 വാക്കുകൾ കൂട്ടുകാരെന്ന് ഓർത്ത് നോക്കിക്കേ, പറയാൻ പറ്റുമോന്ന് നോക്കൂ. അറിയോ? പ്രൗഢി. പ്രൗഢി. പ്രൗഢി എന്ന് എങ്ങനെയാണ് എഴുതുന്നേ? എഴുതി എഴുതിയിട്ട് എന്താ ചെയ്യാ? പ്രൗ. പ്രൗ. ഊവിൻ്റെ ചിഹ്നം അല്ലേ? പ്രൗ ഠീ. പ്രൗഢി. അടുത്തൊരു വാക്കുകൂടി പറയാം കേട്ടോ. ചാലം. അപ്പോ എത്ര വാക്കുകൾ നമ്മൾ പഠിച്ചു? ഠക്ക, മൂഢൻ, വിഡ്ഢി, പ്രൗഢി, ചലം. ഓക്കെ അല്ലേ? വായിക്കണോ ഒന്നുകൂടി? ഠക്ക, മൂഢൻ, വിഡ്ഢി, പ്രൗഢി, ചാലം. ഇതിലെവിടേക്കാണ് ഈ അക്ഷരങ്ങൾ വരുന്നത്? കൂട്ടുകാരൊന്ന് ശ്രദ്ധിച്ചിരുന്നേ. ഇവിടെ ഡക്ക. മൂഢ. മൂഢൻ. വിഡ്ഢി. പ്രൗഢി. ജാലം. ഓക്കെ അല്ലേ? 2 ലൈൻ ബുക്കിലേക്ക് ഒന്ന് വേഗം എഴുതിയെടുത്ത് എൻ്റെ മക്കള്. എഴുതിയെടുക്കാവോ? എഴുതിയെടുക്കുന്ന. അത് കഴിഞ്ഞിട്ട് നമുക്ക് നാ വെച്ചിട്ടുള്ള 5 വാക്കുകൾ പഠിക്കാം കേട്ടോ. താഴെ എഴുതിയ കാണാൻ പറ്റുമോ? പറ്റുമോ? ആ ഒന്ന് പെട്ടെന്ന് എഴുതിയെടുക്കുക കേട്ടോ. ഇതും കൂടെ ഒന്ന് എഴുതിയെടുക്കുക. എന്നിട്ട് നമുക്ക് 2 ലൈൻ ബുക്കിൽ എഴുതിയിട്ട് വീട്ടിലിരുന്ന് വായിച്ച് നോക്കണം. എന്നാൽ മാത്രമേ വായിക്കാനും എഴുതാനും കൂട്ടുകാർക്ക് പറ്റത്തുള്ളൂ. കുറച്ച് കട്ടിയായിട്ടുള്ള വാക്കുകളാണല്ലേ ഇതെല്ലാം. അപ്പോൾ നന്നായിട്ട് എഴുതുകയും ചെയ്യണം, വായിക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? എഴുതി കഴിഞ്ഞോ മക്കള്? ഇല്ല, എഴുതിക്കോ. കഴിഞ്ഞു. നമുക്കെന്നാ നാ വെച്ചിട്ടുള്ള വാക്കുകൾ നോക്കാം. നാ വെച്ചിട്ടുള്ള വാക്ക് എന്താണ്? വീണ. ശരിയാണേ. അത് ആലോചിക്കുമായിരുന്നോ ഇരുന്നനങ്ങാതെ? വീണ. എങ്ങനെ എഴുതുന്നേ? വി എഴുതി ന. ഇതിലെവിടാ വരുന്നേ? ന ഇതാണല്ലേ? വീണ. അടുത്ത വാക്ക് എന്താണ്? തോണി. തോണിയിൽ കയറിയിട്ടുണ്ടോ കൂട്ടുകാര്? തോണി. തോണിയിൽ കയറിയിട്ടുണ്ടോ? വഞ്ചി, വള്ളം എന്നൊക്കെ പറയില്ലേ? അതിൻ്റെ വേറൊരു വാക്കാണ് തോണി. ഇതാ ഇവിടെ ഉണ്ടല്ലേ നമ്മുടെ അക്ഷരം നാ. ഇനി എന്താണ്? കണി. ആ ശരിയാണ് കേട്ടോ. വിഷുവിനൊക്കെ നമ്മൾ കണി വെക്കുമല്ലേ? കണി. എങ്ങനെ വായിക്കുന്നേ? കാ നാ എഴുതി ഈടെ വള്ളി ഉണ്ടല്ലേ? കണി. അടുത്ത വാക്ക് എന്താണ്? കിണർ. കി നാ ഇർ. എന്താണ്? കിണർ. നോക്ക്, എത്ര വാക്കുകൾ നമ്മൾ എഴുതി? 4 വാക്കുകൾ എഴുതിയല്ലേ? ഇനി ഒരു വാക്ക് കൂടെ പറഞ്ഞേ കൂട്ടുകാര്. അറിയാവോ?
ഓർത്തു നോക്ക്. എന്താണ്? അരണ. ആ, അരണ ഉണ്ടല്ലേ. ആ രാ ണ. ഇവിടെ മൂന്നാമത് വരുന്ന വാക്കാണ് ണ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മള് ഈ ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിച്ചത്? 5 അക്ഷരങ്ങൾ കൊണ്ടുള്ള വാക്കുകള്. വ്യഞ്ജനാക്ഷരങ്ങളില് ട, ഇഠ, ഡ, ഇഠ, ണ. ഇത്രയും വാക്കുകളും നമ്മൾ പഠിച്ചല്ലേ? കൂട്ടുകാർക്ക് ഒന്നുകൂടെ വായിക്കണോ? വായിച്ചു തരട്ടെ ഒന്നുകൂടി? ശ്രദ്ധിച്ചിരിക്കാവോ? നോക്കിയിരിക്കണേ. ഡാ വെച്ചിട്ട് എന്താണ്? കുട. നോക്കിയിരിക്കെ. കുട. വ ഡ വട. അ ഡ അട. ക ഡ ല. എന്താടാ? കടല. ഇനി എന്താണ്? കടൽ. ക ഡ ഇൽ. കടൽ. ഇനി എന്താടാ? ഠ വെച്ചിട്ട് പീഠം. പീഠം. ഠ ഇവിടെ വരുന്നുണ്ടല്ലേ? ശാഠ്യം. ശാഠ്യം. ഇതാ ഇവിടെ വരുന്നുണ്ട്. ഇനി എന്താണ്? ഗുണപാഠം. എങ്ങനെ വായിക്കുന്നത്? ഗുണപാഠം. അടുത്ത എന്താണ്? മനപാഠം. മനപാഠം. അടുത്ത എന്താണ്? ഉത്കണ്ഠ. ഉത്കണ്ഠ. ഇവിടെ വരുന്നുണ്ടല്ലേ? ഠ. അടുത്ത അക്ഷരം നോക്കാം നമുക്ക്. വായിക്കാൻ പറ്റണല്ലേ കൂട്ടുകാർക്ക്? ഓക്കെ. അടുത്ത എന്താണ്? ഡാലിയ. ഇവിടെ വരുന്നുണ്ട് നമ്മുടെ അക്ഷരം ഡ. ഡാലിയ. ഡപ്പി. ഡ ഇപ്പ ഈടവള്ളി. ഡപ്പി. ഇനി എന്താണ്? റോഡ്. റോ ഡ ഇ. റോഡ്. താഴെ നോക്കിയിടാ. ഗ രു ഡ ഇൻ. ഗരുഡൻ. താഴെ നോക്ക്. ഡ യ റി. ഡയറി. പഠിച്ചോ എൻ്റെ മക്കള്? വായിക്കാൻ പറ്റുന്നുണ്ടോ എൻ്റെ ഒപ്പം? പറ്റുന്നുണ്ട്. ശ്രദ്ധിച്ചിരിക്കണോണ്ടാട്ടോ വേഗം വേഗം വായിക്കാൻ പറ്റുന്നേ. അടുത്ത എന്താണ്? ഇഡ. ഢക്ക. എന്താടാ? ഢക്ക. ഇവിടെ വരുന്നുണ്ടല്ലേ നമ്മുടെ അക്ഷരം. അടുത്ത എന്താണ്? മൂഢ ഇൻ. മൂഢൻ. താഴെ നോക്കൂ. വിഡ്ഢി. പ്രൗഢി. പ്രൗഢി. ചാലം. കുറച്ച് കട്ടിയുള്ള വാക്കുകളാണല്ലേ അതെല്ലാം? ആണോ? പെട്ടെന്ന് വായിക്കോ എഴുതോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കട്ടി ഉണ്ടാവൂല ഒന്നും. പെട്ടെന്ന് എഴുതാൻ പറ്റൂട്ടാ. നോക്കാം. അടുത്ത എന്താണ്? ണ. വീണ, തോണി, കണി, കിണർ, അരണ. അതാണല്ലേ നമ്മൾ ലാസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്നുകൂടെ വായിക്കണോ? നോക്കിയിരിക്കേ. എന്താ ഇത്? വീണ, തോണി, കണി, കിണർ, അരണ. ഓക്കെ അല്ലേ? റെഡി ആയോ? മക്കൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ ഇതെല്ലാം? അപ്പോൾ 2 ലൈൻ ബുക്കിൽ എല്ലാവരും എഴുതിയെടുത്തിട്ടുണ്ടല്ലോ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴത്തേക്കും എഴുതാനും വായിക്കാനും പഠിച്ചുകൊണ്ട് വരണം. ഓക്കെ അല്ലേ? വരില്ലേ? അപ്പം നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ ബാക്കി അക്ഷരങ്ങൾ കൊണ്ടുള്ള വാക്കുകൾ പഠിക്കാം. അപ്പോൾ കാ തൊട്ട് എവിടം വരെയാണ്? നാ വരെയുള്ള വാക്കുകളും അക്ഷരങ്ങളും കൂട്ടുകാർ പഠിച്ചുകൊണ്ട് വരണം. റെഡിയല്ലേ? അപ്പം നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പം ഇത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. പഠിച്ചിട്ട് വരണേ എൻ്റെ മക്കള്. ഓക്കെ, ബൈ.